വെൽക്കം ബാക്ക് ടു PSC പീടിക. ഇന്ന് നമ്മൾ നോക്കുന്നത് 2026 നൽകിയ ഓസ്കാർ അവാർഡാണ്. 1929 ഓസ്കാറിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഓസ്കാർ പുരസ്കാരം ആരംഭിക്കുന്നത് 1929. അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന സ്ഥാപനമാണ് ഓസ്കാർ പുരസ്കാരം നൽകുന്നത്. അക്കാഡമി അവാർഡ്സ് എന്ന പേരിലും ഓസ്കാർ പുരസ്കാരം അറിയപ്പെടുന്നു എന്നുള്ളത് ഓർത്തുവെക്കുക. 2026 98ാമത് ഓസ്കാർ പുരസ്കാരമാണ് നൽകിയത്. 2026 നൽകിയത് 98ാമത് ഓസ്കാർ പുരസ്കാരമാണ്. അപ്പോൾ 1929 ഓസ്കാർ പുരസ്കാരം ആരംഭിക്കുന്നത്. അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന സ്ഥാപനമാണ് പുരസ്കാരം നൽകുന്നത്. അക്കാഡമി അവാർഡ്സ് എന്ന പേരിലും പുരസ്കാരം അറിയപ്പെടുന്നുണ്ട്. 2026 നൽകിയത് 98ാമത് ഓസ്കാർ പുരസ്കാരമാണ്. 2026 നൽകിയ 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. അപ്പം 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ സംവിധാനം ചെയ്തിരിക്കുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മൈക്കിൾ ബി ജോർദാൻ ആണ്. സിന്നേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ. മികച്ച നടി ജെസ്സി ബക്ലി ആണ്. ഹാംനെറ്റ് എന്ന ചിത്രത്തിലെ പെർഫോമൻസിനാണ്. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ. മികച്ച നടി ജെസ്സി ബക്ലി ആണ്. ഇനി മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന്. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സീൻ പെൻ ആണ്. മികച്ച സഹനടൻ സീൻ പെൻ ആണ്. ചിത്രത്തിന്റെ പേര് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എമി മാഡിഗണ്ണാണ്. വെപ്പൺസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. മികച്ച സഹനടൻ സീൻ പെൻ. മികച്ച സഹനടി എമി മാഡിഗൺ ആണ്. അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള അവാർഡുകളാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം. മികച്ച വിദേശ ഭാഷാ ചിത്രം ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം സെന്റിമെന്റൽ വാല്യൂ ആണ്. ഇത് നോർവീജിയൻ ചിത്രമാണ്. ഏത് രാജ്യത്തെ ചിത്രം എന്ന് ചോദിച്ചാൽ നോർവീജിയൻ ചിത്രമാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം സെന്റിമെന്റൽ വാല്യൂ ആണ്. നെക്സ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ആണ്. അത് കെപ്പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന ചിത്രത്തിനാണ്. അനിമേറ്റഡ് ഫീച്ചർ ഫിലിം കെപ്പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന ചിത്രത്തിന്. നെക്സ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ എന്ന ചിത്രത്തിനാണ്. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ. അപ്പോൾ വിദേശ ഭാഷാ ചിത്രം സെന്റിമെന്റൽ വാല്യൂ. അനിമേറ്റഡ് ഫീച്ചർ ഫിലിം കെപ്പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ്. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ. അടുത്തത് 2026 ഓസ്കാർ പുരസ്കാരത്തിൽ ഷോർട്ട് ഫിലിമിൽ 2 തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദ സിംഗേഴ്സ്. അടുത്തത് ദ പീപ്പിൾ എക്സ്ചേഞ്ച് സലൈവ എന്ന ചിത്രങ്ങളാണ്. ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ 2 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ദ സിംഗേഴ്സ്. അടുത്തത് ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ എന്ന ചിത്രത്തിന്. അനിമേറ്റഡ് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ദ ഗേൾ ഹൂ ക്രൈഡ് പേൾസ് എന്ന ചിത്രത്തിനാണ്. അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ദ ഗേൾ ഹൂ ക്രൈഡ് പേൾസ്. ഇനി ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ഓൾ ദി എംപ്റ്റി റൂംസ് എന്ന ചിത്രത്തിനാണ്. ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ 2 ചിത്രമാണുള്ളത്. ദ സിംഗേഴ്സ്. അടുത്തത് ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ. അനിമേറ്റഡ് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ദ ഗേൾ ഹൂ ക്രൈഡ് പേൾസ്. ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഓൾ ദി എംപ്റ്റി റൂംസ് എന്ന ചിത്രത്തിനാണ്. അടുത്തത് കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം. 2026 ഓസ്കാർ പുരസ്കാരത്തിൽ കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം സിന്നേഴ്സ് എന്ന ചിത്രമാണ്. 16 നോമിനേഷനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. 6 അവാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം സിന്നേഴ്സ്. കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി അടുത്തത് ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം ഹോം ബൗണ്ട് ആണ്. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം ഹോം ബൗണ്ട് ആണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് നീരജ് ഗായിവാൻ ആണ്. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം ഹോം ബൗണ്ട്. ഹോം ബൗണ്ട് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നീരജ് ഗായിവാൻ ആണ്. അപ്പോൾ കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം സിന്നേഴ്സ്. കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം ഹോം ബൗണ്ട് എന്ന ചിത്രമാണ്. 2026 നൽകിയ 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ പ്രധാന കാറ്റഗറികളാണ് നമ്മൾ നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്